Area of a triangle using determinants. ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് ആണ് ax1 y1 bx2 y2 cx3 y3. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ യൂസിംഗ് ഡിറ്റർമിനന്റ് ഈസ് ഡെൽറ്റ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1 y1 1 x2 y2 1 x3 y3 1 ആണ്. ഇനി ഈ ഡിറ്റർമിനന്റ് വാല്യൂ നമുക്കറിയാം, അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, പക്ഷേ ഏരിയ എപ്പോഴും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇതിന്റെ വാല്യൂ നെഗറ്റീവ് വന്നാലും നമ്മൾ അതിന്റെ മോഡുലസ് വാല്യൂ ആണ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ആണ് എടുക്കേണ്ടത്. അതായത് ഇതിന്റെ വാല്യൂ ഇപ്പോൾ -2 ആണ് കിട്ടുന്നതെങ്കിൽ ഏരിയ ഈസ് 2. ഇനി നേരെ തിരിച്ച് നമുക്ക് ഏരിയ തരുന്നു. ഒരു എക്സാമ്പിൾ ആയിട്ട് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ABC ഈസ് 3 യൂണിറ്റ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ കോർഡിനേറ്റ് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ദിസ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 3. ഈ ഡിറ്റർമിനന്റ് 3 ആണെങ്കിലും ഏരിയ 3 ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ -3 ആണെങ്കിൽ നമ്മൾ ഏരിയ ഈക്വൽ ടു 3 ആണെന്ന് പറയും. അപ്പോൾ ആ രണ്ട് വാല്യൂസും ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടതാണ്. അതാണ് സെക്കൻഡ് റിമാർക്ക് പറയുന്നത്. അതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതാണ്. തേർഡ് റിമാർക്കിൽ പറയുന്നത് ഒരേ ലൈനിൽ വരുന്ന 3 പോയിന്റ്സ് ആണ് എയും ബിയും സിയും എങ്കിൽ, അതായത് കൊളീനിയർ പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് ആ 3 പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റില്ല. അതായത് അങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് 3 8 -4 2 5 1. 3 വെർട്ടിസസ് തന്നാൽ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്കറിയാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് ഗിവൺ ബൈ ഡെൽറ്റ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1 y1 1 x2 y2 1 x3 y3 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് 3 8 1 -4 2 1 5 1 1. ഇത് നമുക്ക് ഈ 3 1 വരുന്നത് 2 1 0 ആക്കേണ്ടിയെന്ന് ആവശ്യമില്ല. ഡയറക്റ്റ് ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാം. നമ്പേഴ്സ് വരുമ്പോൾ ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഹാഫ് ഇൻറ്റു ഫസ്റ്റ് റോ ഉപയോഗിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. 3 ഇൻറ്റു 3 വരുന്ന റോയും കൂടെ ഒഴിവാക്കി ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനന്റ് 2 -1 ആണ്. അടുത്ത നമ്പർ നെഗറ്റീവ് -8 ഇൻറ്റു 8 വരുന്ന റോയും കോള ഒഴിവാക്കി ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനന്റ് -4 -5. ലാസ്റ്റ് ടേം +1 ഇൻറ്റു 1 വരുന്ന റോയും കോള ഒഴിവാക്കി ബാക്കി -4 -10. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 3 -8 ഇൻറ്റു -9 ദാറ്റ് ഈസ് +72 +-14 that is equal to 61/2. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് a13 b00. ഒരു ലൈനിലെ 2 പോയിന്റ്സ് ആണ് എയും ബിയും. അങ്ങനെയാണെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ കാണണം. അതായത് 2 പോയിന്റ്സ് ആണ് തരുന്നത്. ഒരു ലൈനിലെ 2 പോയിന്റ്സ് ആണ് തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിലാണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2 പോയിന്റ് ഫോം പഠിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ കാണാം. പക്ഷെ ഇപ്പോൾ ചെയ്യുന്നത് ഡിറ്റർമിനൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ലൈനിലെ 2 പോയിന്റ് തന്നാൽ ആ ലൈനിന്റെ ഇക്വേഷൻ കാണുന്നത്. അതിന് നമ്മൾ ഈ ലൈനിലെ ഒരു പോയിന്റും കൂടി എടുക്കുന്നു, സി. അപ്പോൾ എയും ബിയും സിയും ഒരേ ലൈനിൽ വരുന്ന പോയിന്റ്സ് ആണ്. ആ സിയുടെ കോർഡിനേറ്റ് ആണ് XY. അങ്ങനെയാണെങ്കിൽ ഈ 3 പോയിന്റ്സ് ഒരേ ലൈനിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ 3 പോയിന്റ്സും കൊളീനിയർ പോയിന്റ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം കൊളീനിയർ പോയിന്റ്സ് കൊണ്ടുള്ള ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് 1 3 1 0 0 1 XY 1 ഈക്വൽ ടു 0. നമുക്ക് ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാം. സെക്കൻഡ് റോ ഉപയോഗിച്ചാണ് എളുപ്പം. ഞാൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കോളം ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 1 വരുന്ന റോയും കൂടെ ഒഴിവാക്കി ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനന്റ് 0 - y. സെക്കൻഡ് ടേം 0 ഇൻറ്റു എന്നാണ്. അപ്പോൾ 0 എന്ന് എഴുതി.
ലാസ്റ്റ് ടേം പ്ലസ് എക്സ് ഇൻറ്റു എക്സ് വരുന്ന റോയും കോളം ഒഴിവാക്കി ബാക്കി 3 മൈനസ് 0 ഈക്വൽ ടു 0. ഇനി ആ ഹാഫ് ഇൻറ്റു എന്നുള്ളത് റൈറ്റ് സൈഡിൽ ഹാഫ് പോയാൽ 0 ഇൻറ്റു ഹാഫ് ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് 1 ഇൻറ്റു 0 മൈനസ് 5 മൈനസ് 0 പ്ലസ് എക്സ് ഇൻറ്റു 3 മൈനസ് 0 ഈക്വൽ ടു 0. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഇതിൽ മൈനസ് y വരും, ഇതിൽ 3x മൈനസ് y പ്ലസ് 3x ഈക്വൽ ടു 0. ദാറ്റ് ഈസ് y ഈക്വൽ ടു 3x. ഇതാണ് എ ബി എന്ന് പറയുന്ന ലൈനിലെ ഏത് പോയിന്റ് എടുത്താലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ എ ബി ഈസ് y ഈക്വൽ ടു 3x. അടുത്ത ടൈപ്പ്, അതായത് ഈ സെക്ഷനിൽ വരുന്നത് ഒന്ന് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കാണാൻ, രണ്ടാമത്തത് ഇക്വേഷൻ ഓഫ് എ ലൈൻ, അതായത് ആ കൊളീനിയറിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടാണ്. മൂന്നാമത് വരുന്നത് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ തന്ന് ഏതെങ്കിലും ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കാണാൻ. ആ തേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് സി k0, അതായത് സിയുടെ കോർഡിനേറ്റ് ആണ് k0, അതിൽ കെയുടെ വാല്യൂ നമുക്ക് കാണണം. is a point such that area of triangle ABC, അതായത് എയും ബിയും സിയും ജോയിൻ ചെയ്യുന്ന ട്രയാങ്കിളിന്റെ ഏരിയ ആണ് 3 സ്ക്വയർ യൂണിറ്റ്സ്, where a equal to 1 3, b equal to 0 0. 3 വെർട്ടിസസ് വന്നിട്ടുണ്ട്. a എന്ന് പറയുന്നത് 1 3, b 0 0 ആണ്. മൂന്നാമത്തത് k0. ഇത് മൂന്നും കൂടി ജോയിൻ ചെയ്യുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കെയുടെ വാല്യൂ കാണാം. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി കാണാൻ നമുക്ക് ആദ്യം ഡെൽറ്റ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1 y1 1 x2 y2 1 x3 y3 1 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് 1 3 1 0 0 1 k0 1, ലാസ്റ്റ് കോർഡിനേറ്റ് k0 ആണ്. എക്സ്പാൻഡ് ചെയ്തു, ഫസ്റ്റ് കോളം ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാം. ഹാഫ് ഇൻറ്റു ആദ്യത്തെ നമ്പർ എടുക്കുന്നു 1 ഇൻറ്റു 1 വരുന്ന റോയും കോളം ഒഴിവാക്കി ബാക്കി 0 മൈനസ് 0 മൈനസ് 0 പ്ലസ് കെ ഇൻറ്റു കെ വരുന്ന റോയും കോളം ഒഴിവാക്കി ബാക്കി 3 മൈനസ് 0 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് വരുന്നത് 3k ആണ്. ഹാഫ് ഇൻറ്റു 3k, അതാണ് ഇതിന്റെ ഏരിയ യൂസിങ് ദിസ് ഇക്വേഷൻ. പക്ഷെ ഏരിയ എന്താണെന്ന് തന്നിട്ടുണ്ട്, 3 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ഡിറ്റർമിനന്റ് വാല്യൂ -3 വന്നാലും ഏരിയ 3 ആണെന്ന് പറയും. അതേപോലെ ഡിറ്റർമിനന്റ് വാല്യൂ 3 ആണെങ്കിലും ഏരിയ ഈക്വൽ ടു 3 ആണ്. അപ്പൊ ഇതിൽ ഏതും ആവാം. 3 ആണെങ്കിലും 3 ആണ് ഏരിയ എന്ന് പറയും, -3 ആണെങ്കിലും ഏരിയ ഈക്വൽ ടു 3 ആണെന്ന് പറയാം. അതുകൊണ്ട് ഈ ഡിറ്റർമിനന്റ് വാല്യൂ എന്തൊക്കെ എടുക്കാം നമുക്ക്, ഹാഫ് ഇൻറ്റു 3k ആണ് ഡിറ്റർമിനന്റ് വാല്യൂ, അത് 3 ആവാം. അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു 3k എന്ന് പറയുന്നത് -3 ആവാം. ഫസ്റ്റ് കേസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, 3k ഈക്വൽ ടു 6 എന്ന് കിട്ടും. രണ്ടാമത്തേതിൽ നിന്ന് 3k ഈക്വൽ ടു -6 എന്ന് വരും. ദാറ്റ് ഈസ് k ഈക്വൽ ടു 6/3 2, അല്ലെങ്കിൽ k ഈക്വൽ ടു -6/3 ഈക്വൽ ടു -2. ഇങ്ങനെ രണ്ട് വാല്യൂസ് ആണ് എടുക്കുന്നത്. അതായത് സിയുടെ കോർഡിനേറ്റ് 2 0 ആയാലും ഈ ട്രയാങ്കിളിന്റെ ഏരിയ 3 എന്ന് വരും. സിയുടെ കോർഡിനേറ്റ് -2 0 ആയാലും ഈ ട്രയാങ്കിളിന്റെ ഏരിയ 3 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ പോയിന്റ്സ് എയുടെ കോർഡിനേറ്റ് എ ബി പ്ലസ് സി, ബി അതിന്റെ കോർഡിനേറ്റ് ബി സി പ്ലസ് എ ആൻഡ് സി സി എ പ്ലസ് ബി ആർ കൊളീനിയർ. 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് തെളിയിക്കണം. കൊളീനിയർ ആണെന്ന് തെളിയിക്കാൻ ഈ 3 പോയിന്റ്സും ജോയിൻ ചെയ്യുന്ന ട്രയാങ്കിളിന്റെ ഏരിയ 0 ആണെന്ന് തെളിയിച്ചാൽ മതി. അതായത് ഈ 3 പോയിന്റ്സും കൊളീനിയർ ആണെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ 0 ആണ്. നമുക്ക് നോക്കാം എന്താണ് ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു x1 y1 1 x2 y2 1 x3 y3 1. അപ്പോൾ ഇതിൽ x1 y1 എന്നുള്ളതിന് എ ബി പ്ലസ് സി. അപ്പോൾ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ബി പ്ലസ് സി 1 ബി സി പ്ലസ് എ 1 സി എ പ്ലസ് ബി 1. ഇനി ഇതില് നമ്പേഴ്സ് അല്ല, പകരം ലെറ്റേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് 6th പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അതായത് ഫസ്റ്റ് കോളത്തിന് പകരം ഫസ്റ്റ് കോളം പ്ലസ്
സെക്കൻഡ് കോളം ചെയ്യാം. അതായത് C1 ചേഞ്ചസ് ടു C1 പ്ലസ് C2 അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും നോക്കാം. ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് കോളത്തിലെ ഓരോ എലമെൻ്റ് ആയിട്ട് എടുക്കുക. എയും ബി പ്ലസ് സിയും ആഡ് ചെയ്യണം. അതായത് എ പ്ലസ് ബി പ്ലസ് സി. അടുത്ത ബിയും സി പ്ലസ് എയും ആഡ് ചെയ്യണം. അപ്പോൾ ബി പ്ലസ് സി പ്ലസ് എ. സിയും എ പ്ലസ് ബിയും ആഡ് ചെയ്യണം. അപ്പോൾ സി പ്ലസ് എ പ്ലസ് ബി. ഇത് ഓരോന്നും ഏതിന് ഈക്വലാണ്? എ പ്ലസ് ബി പ്ലസ് സിക്ക് ഈക്വലാണ്. ഒന്നുകിൽ നമുക്ക് ഈ എ പ്ലസ് ബി പ്ലസ് സി ഡിറ്റർമിനൻറ്റിന് പുറത്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കോളം കംപ്ലീറ്റ് ആയി 1 വരും. തേർഡ് കോളവും 1 കിട്ടും. അപ്പോൾ സെയിം കോളംസ് വന്നാൽ ഡിറ്റർമിനൻറ്റിന്റെ വാല്യൂ 0 ആണെന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? ഫസ്റ്റ് കോളവും തേർഡ് കോളവും പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം അല്ലെ. തേർഡ് കോളത്തിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത്. അങ്ങനെ ആവുമ്പോഴും ഈ ഡിറ്റർമിനൻറ്റിന്റെ വാല്യൂ 0 ആണെന്ന് കിട്ടും. അതായത് ഏരിയ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം എയും ബിയും സിയും കൊളീനിയർ പോയിന്റ്സ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് ദി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് at the points given in each of the following. ഓരോന്നിന്റെയും കോർഡിനേറ്റ്സ് ഇതാണ്. ഒരു ട്രയാങ്കിളിന്റെ കോർഡിനേറ്റ്സ് 1 0 6 0 4 3. ഇതിന്റെ ഏരിയ കാണണം. ആ ഏരിയ ആൻസർ വരുന്നത് 15/2 ആണ്. ചെയ്ത് നോക്കുക. രണ്ടാമത്തത് 2 7 1 1 10 8. ഇതാണ് ട്രയാങ്കിളിന്റെ വെർട്ടിസസ്. അപ്പോൾ കിട്ടുന്ന ഏരിയ 47/2. തേർഡ് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ഇതാണ്. അതിന്റെ ആൻസർ കിട്ടുന്നത് 15 ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് 4 സ്ക്വയർ യൂണിറ്റ് ആൻഡ് ദ വെർട്ടിസസ് ആർ. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ 4 ആണ്. നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ 3 എന്നുള്ളത് ചെയ്ത അതേ രീതിയിൽ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. 4 എന്നുള്ള വാല്യൂ എടുക്കണം, -4 കൊടുക്കണം. അതിന്റെ ആൻസർ വരുന്നത് ഒന്ന് 0 8 ആണ്. അതായത് കെയുടെ വാല്യൂ 0ഉം 8ഉം കിട്ടും. അതേപോലെ രണ്ടാമത്തേതിലും കെയുടെ വാല്യൂ 0ഉം 8 ആണ് വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ്. അതും നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസേഴ്സ് ഫസ്റ്റത്തേതിന്റെ y = 2x എന്ന് കിട്ടണം. രണ്ടാമത് x - 3y = 0 എന്ന് കിട്ടണം.